ഹായ്, ഗ്ലാം വിത്ത് മിഴിയിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബ്യൂട്ടി ടിപ്പാണ്. നമ്മുടെ മുഖത്തിന് നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നൊരു പൊടിക്കൈ. ചെറിയ ടിപ്പാണ്, 2 ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ. ഞാനപ്പോൾ ഇതൊന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഏതൊക്കെ ഇൻഗ്രീഡിയൻറ്റ്, എങ്ങനെയൊക്കെ അളവിൽ, എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയാണ് മുഖത്തിടേണ്ടത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ഞാനിന്ന് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ട് ചെയ്ത് നോക്കുക എല്ലാവരും. ഇതുവരെ വീഡിയോസൊന്നും കാണാത്തവർ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഇതാണ് ഇന്നത്തെ ടിപ്പ്, ഇന്നത്തെ ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് മുഖത്ത് ചെയ്യേണ്ട പാക്ക് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനിത് ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇതാണ് കേട്ടോ സംഭവം. ഒരു പച്ച കളറിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്, മുരിങ്ങയിലയാണ്. ഇത് ഞാൻ ക്ലീൻ ആക്കിയിട്ട് അരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനത് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്, ഇലയൊക്കെ അടർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ പോവാണേ. ഇനി അരച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഞാനത് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ് അരച്ചിരിക്കുന്നത്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലൊഴിച്ച് ചൂടാക്കി തിളപ്പിച്ച് കട്ടയാക്കി എടുക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള 2 ദിവസത്തേക്കുള്ളതാണ്. ഇവിടെ മുരിങ്ങയില ധാരാളം കിട്ടാനുണ്ട്, അതുകൊണ്ട് 2 ദിവസത്തേക്കുള്ള മാത്രമേ ചെയ്ത് വയ്ക്കുന്നുള്ളൂ. മുരിങ്ങയില അധികം ഇല്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന സമയത്ത് കുറച്ചധികം എടുത്ത് ഇങ്ങനെ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചാണ് അടുപ്പിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് തിളപ്പിച്ച് കട്ടയാക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഇത് അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ വെച്ച് ഞാൻ കുറുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയാക്കുകയാണ് കേട്ടോ. തീ കുറച്ചിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിയാൻ സാധ്യതയുണ്ട്. പിന്നെ വല്ലാതെ കട്ടിയാവും വേണ്ട, ആ വെള്ളത്തിൻ്റെ അംശം ചെറുതായിട്ടൊന്ന് പോയി കിട്ടിയാൽ മതി. ചെറുതായിട്ട് തിളച്ച് വരുന്നുള്ളൂ. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടി കരിയാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം കട്ടയായിട്ടുണ്ട്. ഇത് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തണുത്തിട്ട് വേണം. ഇതിന് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്, അത് തണുത്തിട്ടാണ് ചേർക്കുക. ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. അത് തണുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടലമാവ്. ഇത് നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് ചേർക്കണം. കട്ട ഉണ്ടാവരുത്, നന്നായിട്ട് ഇളക്കി ഒരു തരി പോലും ഇല്ലാതെ ഫുള്ളായിട്ട് ഇതിൽ മിക്സ് ആവണം കേട്ടോ. നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മുഖം നന്നായിട്ട് ക്ലീൻ ആക്കണം. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് മുഖത്ത് എല്ലായിടത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടപ്പോൾ ഇതുപോലെ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് ഒന്ന് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ തേച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഉണങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും കഴുത്തിലേക്ക് കൂടി ചെയ്യണമെങ്കിൽ നല്ലതാണ്. കാരണം നമ്മുടെ കഴുത്തും ഡാർക്ക് സർക്കിളിലുണ്ടാവും, ഡാർക്ക് നിറം ഉണ്ടായിരിക്കും. അപ്പോൾ കഴുത്തിലും കൂടി ചെയ്യണമെങ്കിൽ നല്ലതാണ്. ഞാൻ കഴുത്തിൽ ചെയ്തിട്ടില്ല, കണ്ണിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോഴത്തെ കറുത്ത നിറമൊക്കെ മാറും. പിന്നെ ഞാൻ പറയുന്നത്, എന്തായാലും ഒറ്റ തവണ കൊണ്ട് ഇത് ചെയ്തിട്ട് മാറ്റം ഉണ്ടാവണമെന്നില്ല. നമ്മളൊരു 7 ദിവസമെങ്കിലും മാക്സിമം ഇത് ചെയ്യണം. ഇപ്പോൾ ഒറ്റ തവണ ചെയ്തിട്ട് ഉണ്ടാവുന്ന മാറ്റം ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് കുറച്ച് നേരം നിൽക്കുകയുള്ളൂ, പിന്നെ അതിൻ്റെ കളർ ഫെയ്ഡ് ഔട്ടും. പക്ഷെ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് നമുക്ക് കുറച്ചധികം കാലം നമ്മുടെ മുഖത്തിന് നിറം വരുന്നത്, മാറ്റം വരുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഒറ്റ തവണ യൂസ് ചെയ്യൽ മാറ്റം ഉണ്ടാവും, പക്ഷേ എന്നാലും അത് കുറേ നേരം നിൽക്കില്ല. ഒരു 1 ഡേ ഒക്കെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ 7 ദിവസം ഒരു 14 ദിവസമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ നിറം ഫിക്സഡായി മാറ്റം വന്ന് നല്ല നിറത്തോട് കൂടി തന്നെ ഇപ്പോൾ ഫിക്സഡായി നിൽക്കും. ഇതിപ്പോൾ ചെയ്യേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം കല്യാണമൊക്കെ ഉള്ള ബ്രൈഡൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ആണുങ്ങൾ കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കല്യാണത്തിന് മുൻപ് 1 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നിറം ബ്രൈറ്റ് ആക്കാനായിട്ട്, മുഖത്തിന് കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ട് പെട്ടെന്ന് സാധിക്കും. അപ്പോൾ ബ്രൈഡ്സിനും ഗ്രൂംസിനൊക്കെ ഇത് പെട്ടെന്ന് നിറം വരുത്താനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പാക്കാണ്. നമ്മളൊരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 14 ദിവസം മുമ്പ് ഇത് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം മുഖത്ത് വരും. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നിറവ്യത്യാസം കാണുമെങ്കിലും അത് ചിലപ്പോൾ കണ്ടിന്യൂസ് നിന്നോളണമെന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു 2-3 ദിവസമൊക്കെ ചിലപ്പോൾ അതിൻ്റെ എഫക്റ്റ് നിൽക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു 14 ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും ആ നിറത്തോടു കൂടി തന്നെ നമുക്ക് നിന്ന് പോകാൻ പറ്റും. പിന്നെ നമ്മൾ കളർ ഫെയ്ഡായി തോന്നുമ്പോൾ മാത്രമേ ഈ പാക്ക് ഉണ്ടാക്കി പിന്നെ ഒരു 14 ദിവസം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് കല്യാണ പെണ്ണുങ്ങൾക്കും അതുപോലെ കല്യാണ ചെക്കന്മാർക്കൊക്കെ പെട്ടെന്ന്
നിറം വയ്ക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഞാനിത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വീഡിയോ കാണിക്കാം. വാഷ് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വെള്ളം നനച്ച് ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമ്മൾ തുണി കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് തന്നെ കഴുകി കളഞ്ഞാലും മതി കേട്ടോ. ഞാനതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിത് വെള്ളം നനച്ച് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, വെള്ളം നനച്ച് തുടയ്ക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഈ ടർക്കിയൊക്കെ ഇട്ട് വെച്ചേക്കണത് ഡ്രസ്സിലാവാണ്ടിരിക്കാനാണ് കേട്ടോ. ഞാൻ വെള്ളം തെളിക്കുന്ന കാണിച്ചു തരാം. വെള്ളം നന്നായിട്ട് തളിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ഒരു മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി ക്ലീൻ ചെയ്യാം. കണ്ടോ, നല്ല നിറം മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? കണ്ടോ, നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കഴുകിയിട്ട് മൊത്തം കഴുകിയിട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ല നിറം മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം ദിവസം നിൽക്കില്ല, ഒറ്റ പ്രാവശ്യം കൊണ്ട് മാറ്റവും വരില്ല. അപ്പോൾ അടുപ്പിച്ചൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എന്തായാലും ചെയ്യണം, എന്നാലും മാറ്റം വരുള്ളൂ. ഇതിപ്പോൾ ഇന്ന് ചെയ്തത് 2 ദിവസത്തേക്കൊക്കെ തന്നെ മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെയും പണ്ടത്തെ നിറവും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച 2 ആഴ്ച അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്ലോയിങ് ഉള്ള ഈ കളറുള്ള സ്കിൻ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇരുണ്ട നിറമുള്ളവർക്ക് അധികം ചിലവൊന്നുമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കളർ വയ്ക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. സ്ഥിരമായിട്ട് ആ കളർ നിൽക്കണം എന്നുണ്ടെങ്കിൽ 1-2 ആഴ്ച കണ്ടിന്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം വരും. പിന്നെ നമ്മളിതിൽ കടലമാവ് ചേർക്കുന്നതുകൊണ്ട് മുഖം ഭയങ്കരമായിട്ട് ടൈറ്റായൊരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ സ്കിൻ ലൂസായിട്ട് ഏജായ ആൾക്കാർക്ക് സാഗ് ചെയ്യാൻ തുടങ്ങുന്ന സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. പിന്നെ ഇത് ഏത് സ്കിന്നിന് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻ, ഓയിലി സ്കിന്ന്, കോമ്പിനേഷൻ സ്കിൻ, അങ്ങനെ 3 സ്കിന്നുകാർക്കും യൂസ് ചെയ്യാവുന്നൊരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ടാറ്റാ.